നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ലോക്കൽ കൺവെൻഷനുകൾ അവസാന ഘട്ടത്തിൽ, സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾ തുടരുന്നു. രണ്ടായിരത്തിനു ശേഷം ഇടതുപക്ഷ മുന്നണികൾ ജനത്തിന്റെ അതിജീവനത്തിനായി എന്തു ചെയ്തുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിശോധിക്കണമെന്ന് കെ രമ. എം പി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലുമുള്ള 5 വർഷത്തെ വികസനം തനിക്ക് തുണയാവുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ MA ബേബിയുടെ പ്രചരണാർത്ഥം നടൻ മുകേഷും. ഇരു മുന്നണികളുടെയും ലോക്കൽ കൺവെൻഷനുകൾ അവസാന ഘട്ടത്തിലാണ്. സ്വീകരണ പരിപാടികൾ തുടരുന്നു. ബൂത്തുതല കൺവെൻഷനുകൾ മുറുകി. അഞ്ചു വർഷത്തെ MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലുമുള്ള വികസനം തനിക്ക് തുണയാവുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ലൈവ് വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. പ്രധാനമായും നമ്മൾ 5 വർഷക്കാലം MP എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ നമ്മൾ ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിൽ നൽകിയ സംഭാവനകൾ, അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, ഇതെല്ലാം തന്നെ ഈ പ്രചരണത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രതിസന്ധികൾ തെരഞ്ഞെടുപ്പ് കാലത്തെ സ്വാഭാവിക സംഭവങ്ങളാണെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. കോൺഗ്രസിൽ മാത്രമല്ല പ്രമുഖർ മത്സരിക്കാൻ വിമുഖത കാട്ടിയത്. BJPയിലും പല പ്രമുഖർക്കും ആഗ്രഹിച്ചയിടത്ത് സീറ്റ് ലഭിച്ചില്ല. പലരും അസംതൃപ്തരാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച ഇക്കാര്യത്തിൽ പുതുമയില്ലെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. അതെല്ലാ പാർട്ടികളിലുമാണ്, എല്ലാ മുന്നണിയിലുമാണ്. അപ്പൊ BJPനെ അവരുടെ പാർട്ടിയിൽ സീറ്റ് നിഷേധിച്ചു. 10 പേര് മണ്ഡലങ്ങൾ മാറി. പലരും അസംതൃപ്തരാണ്. പലർക്കും അവർ ആഗ്രഹിച്ച മണ്ഡലങ്ങൾ. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ ഘട്ടത്തിൽ, മോനോമേഷൻ ഘട്ടത്തിൽ ആകുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് ഇത്തവണ സംഭവിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആളുകൾ മുൻകാലം മത്സരിക്കാതിരുന്നിട്ടുണ്ട്, ഒത്തിരി പുതുതായ ആളുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിക്കുന്ന ഒരു പുതിയ സംഭവമാണ്. RSPയുടെ UDFിലേക്കുള്ള വരവ് മാവേലിക്കര മണ്ഡലത്തിൽ വലിയ പ്രയോജനം ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. RSPയുടെ ഒരു UDFിന് വളരെയധികം ഗുണം ചെയ്യും. നമ്മുടെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ RSPയുടെ MLA ആണുള്ളത്. കഴിഞ്ഞ 3-4 ടൈമായിട്ട് LDFിന് MLA ജയിക്കുന്ന മണ്ഡലമാണ്. LDFിന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലമാണ് കുന്നത്തൂർ. പക്ഷേ ഇത്തവണ RSPയുടെ വരവ് UDFിലേക്ക് വരവ് നമ്മളെ സഹായിക്കും. മാവേലിക്കര ലോക്സഭയിൽ കുന്നത്തൂർ, അതുപോലെ മറ്റു പല പ്രദേശങ്ങൾ, കുന്നത്തൂർ അസംബ്ലിയുടെ മൊത്തത്തിലും മറ്റ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാഗികമായും RSPയുടെ സഹായം നമുക്ക് ലഭിക്കും. അത് നമ്മുടെ വിജയത്തിന് കുറെ കൂടി ശക്തി. മത്സരിക്കുമ്പോൾ താൻ വാഗ്ദാനങ്ങൾ നൽകാറില്ലെന്നും ജയിച്ചതിന് ശേഷമാണ് വികസനം ആസൂത്രണം ചെയ്യുന്നതെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മന്ത്രി MP ആയി മത്സരിക്കുമ്പോൾ വാഗ്ദാനങ്ങളായിട്ടൊന്നും കൊടുത്തില്ലായിരുന്നു. പക്ഷേ MP ആയി ജയിച്ചു വന്നതിന് ശേഷം നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ വികസന ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയാണ് റബ്ബർ പാർക്ക് വന്നത്, ട്രെയിൻ സർവീസുകൾ വന്നത്, അതുപോലെ തന്നെ മെഡിക്കൽ ESI മെഡിക്കൽ കോളേജ് വന്നത്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്, തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. ഇതൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം നമ്മുടെ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രായോഗികമായി ആലോചിച്ചിട്ട് എടുത്ത തീരുമാനങ്ങളാണ്. അത് പൂർണ്ണമായി വിജയമായിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിന്റെ ഘടനയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വികസനത്തിന് തടസ്സമാണ്. ഏറെക്കാലം ജനപ്രതിനിധിയായുള്ള അനുഭവ സമ്പത്താണ് ഇവിടെ പലതും ചെയ്യാൻ സഹായകമായതെന്ന് കൊടിക്കുന്നിൽ ചൂണ്ടിക്കാട്ടി. പക്ഷെ മാവേലിക്കര മണ്ഡലം എന്ന് പറയുന്ന ഒരു സങ്കീർണമായ പാർലമെന്റ് മണ്ഡലമാണ്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ ഈ മാവേലിക്കരയ്ക്ക് ഒരു ജില്ലാ സ്ഥാനമൊന്നുമില്ല. 3 ജില്ലകളിലെ ഏതാണ്ട് അറ്റത്തോടി പോകുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് നമ്മുടെ വികസനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ വികസനം പ്രധാനമായും ജില്ലാ തലസ്ഥാനങ്ങളും അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചുള്ള വികസനമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജില്ലാ സ്ഥാനമില്ല. നമ്മൾ പാർലമെന്റ് മണ്ഡലം ഒരു തലസ്ഥാനമോ അല്ലെങ്കിൽ ഒരു വ്യവസായ നഗരമൊന്നുമല്ല. പക്ഷെ നമ്മൾ ജനങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും നമുക്ക് ഉള്ള അനുഭവത്തിൽ കഴിഞ്ഞ 10-20 വർഷക്കാലത്തെ MP എന്നുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരോ കാര്യങ്ങൾ ഓരോ പ്രദേശത്ത് ചെയ്യുവാൻ വേണ്ടി നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ജനങ്ങളുമായി ഇടപെടുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ് റബ്ബർ പാർക്ക്, മാവേലിക്കര മെഡിക്കൽ കോളേജ്, ESI ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ റിസർച്ച് ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂരിലെ IT അഡ്വാൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ട്രെയിൻ സർവീസ്, ഇതെല്ലാം തന്നെ
അങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിയതാണ്. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. പുനലൂർ മുതൽ ഇടമൺ വരെയുള്ള റീച്ചിലെ പണി ഈ മാസം 31-നകം പൂർത്തിയാകും. ഇടമൺ മുതൽ ഭഗവതിപുരം വരെയുള്ള ഭാഗം വൈകുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ്. അതും അതിവേഗം പൂർത്തിയാവുമെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. പുനലൂർ മുതൽ ഇടമൺ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം 8 കിലോമീറ്ററിന്റെ നിർമ്മാണം ഈ മാർച്ച് 31 പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം വരെ അത് പൂർത്തിയാക്കും. അതിന്റെ ഇടമൺ മുതൽ ഭഗവതിപുരം വരെയുള്ള ഭാഗമാണ് നമ്മുടെ ടണൽ വരുന്നത്. ടണലാണ് എല്ലാം അണ്ടർഗ്രൗണ്ട് പണിയാണ്. അത് കുറച്ച് സമയമെടുക്കും. കാരണം അത് സേഫ്റ്റി, ഓരോ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സേഫ്റ്റി കമ്മീഷനുടെ അനുമതി കിട്ടിയാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാക്കൂ. അത് കുറച്ച് സമയമെടുക്കും. എന്നാലും അത് വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. VM സുധീരന്റെ നേതൃത്വം കോൺഗ്രസിൽ പുതിയ ഉണർവ് പകർന്നതായും കൊടിക്കുന്നിൽ പറഞ്ഞു. തീർച്ചയായിട്ടും VM സുധീരൻ KPCC പ്രസിഡന്റായി വന്നതിന് ശേഷം പാർട്ടിക്ക് ഒരു ഇമേജ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പ്രവർത്തകരുടെ ആവേശം ഉണ്ടായിട്ടുണ്ട്. ബഹുജനങ്ങളിൽ ഒരു വലിയ അംഗീകാരം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത. UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയം ജനം വെറുത്തു തുടങ്ങിയെന്ന് ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി K. ഭാസ്കരൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പുനലൂരിൽ ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIഎമ്മിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, RSPയുടെ വളരെ സമ്മന്നതനായ ദേശീയ നേതാവ്, ഇവരോടാണ് ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ കേൾക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ മേൽപ്പറഞ്ഞ 2 പാർട്ടികളും കഴിഞ്ഞ് കുറേ വർഷങ്ങളായി ഏതാണ്ട് 3.5 ദശകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാപട്യം നിറഞ്ഞ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതികരണമായാണ്, അതിനുള്ള ഒരു പോരാട്ടമായിട്ടാണ്. ആദ്യവട്ടം എല്ലാ മണ്ഡലങ്ങളിലും 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു പര്യടനം നടത്തിയതിൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയുവാനുള്ളത്, UDF, LDF എന്ന 2 പ്രധാനപ്പെട്ട മുന്നണികളുടെ പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ ചിന്തകൾ ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതല്ല ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് അതിശക്തമായിട്ട്, ഇതല്ല ജനാധിപത്യ പ്രസ്ഥാനമെന്ന് അതിശക്തമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ വിളിച്ചു പറയാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പ്രശ്നം. കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും UPAയുടെ ആളാകേണ്ടി വരുമെന്ന് K. ഭാസ്കരൻ പറഞ്ഞു. ആര് ജയിച്ചാലും 1991 ശേഷം രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ സാമ്പത്തിക ക്രമത്തിന്റെ ഭാഗമാകേണ്ടി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറേ ചലനങ്ങളുണ്ട്. ആ ചലനങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഒരു യഥാർത്ഥ ഇടതുപക്ഷ ബദൽ എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ. ആർക്കും സംശയമില്ലാതെ പറയുന്ന ഒരു കാര്യം, UPAയോ NDAയോ ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് അവകാശപ്പെടുന്ന ബേബിയോ പ്രേമേന്ദ്രൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാർലമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇവർ ഏത് പക്ഷത്തും ഇവർ രണ്ടുപേരും പ്രേമേന്ദ്രൻ ഇപ്പോൾ UPAയുടെ ആളായി മാറിക്കഴിഞ്ഞു. ബേബിയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിവിശേഷം. ചുരുക്കത്തിൽ കഴിഞ്ഞ കുറേ 1991 ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ ലോകക്രമത്തിൻ്റെതായ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി തീരാനാണ് ഇവർ രണ്ടുപേരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 2000-ന് ശേഷം ഇടതുപക്ഷ മുന്നണികൾ ജനത്തിന്റെ അതിജീവനത്തിനായി എന്തു ചെയ്തുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിശോധിക്കണമെന്ന് KK രമ. പുനലൂരിൽ ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു അവർ. ജനങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി നടക്കുന്ന സമരങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു? ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ പുരോഗമനത്തിന് കുപ്പായമിട്ട് നടക്കുന്ന പ്രസ്ഥാനങ്ങൾ എത്രമാത്രം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആരുടെ താല്പര്യമാണ് ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് എത്രമാത്രം സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. എവിടെ എത്തി എന്നുള്ളതിന് അതിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയെടുത്തോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കാവൂ. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ MA ബേബിയുടെ പ്രചരണാർത്ഥം നടൻ മുകേഷും. തിങ്കളാഴ്ച പുനലൂർ നഗരത്തിൽ തുറന്ന ജീപ്പിലെത്തിയ മുകേഷ് വോട്ടർമാരോട് സംസാരിച്ചു. ശ്രീ മുകേഷ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ
ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ മുകേഷിനെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും കൌതുകത്തോടെയും ആവേശത്തോടെയും സ്വീകരിച്ചു. ചെമ്മന്തൂരിലാണ് സ്വീകരണ പരിപാടി തുടങ്ങിയത്. ചെമ്മന്തൂരിൽ വോട്ടർമാരോട് സംസാരിച്ച അദ്ദേഹം തുറന്ന വാഹനത്തിൽ പുനലൂർ നഗരത്തിൽ പര്യടനം നടത്തി. മാർക്കറ്റ് ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, TB ജംഗ്ഷൻ, കലയനാട് എന്നിവിടങ്ങളിൽ അദ്ദേഹം വോട്ടർമാരോട് സംസാരിച്ചു. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സാധാരണ ഒരു ഇലക്ഷൻ പോലെ നിങ്ങൾ തള്ളിക്കളയരുത്. ഇത് സാധാരണക്കാരനും പാവപ്പെട്ടവനും തൊഴിലാളികൾക്കുമെല്ലാം ഉള്ളൊരു അവസാന ചാൻസാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരം ശ്രീ മുകേഷ് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ തുറന്ന വാഹനത്തിൽ കടന്നു വരുന്നു. ശ്രീ മുകേഷ് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ തുറന്ന വാഹനത്തിൽ കടന്നു വരികയാണ്. MA ബേബിയുമായുള്ള സൌഹൃദമാണ് തന്നെ വോട്ടർമാർക്കിടയിലേക്ക് എത്തിച്ചതെന്നും രാഷ്ട്രീയക്കാരനായല്ല താൻ എത്തിയതെന്നും മുകേഷ് പറഞ്ഞു. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തോടെയല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു സാധാരണക്കാരൻ എന്നതിലുപരി ഒരു കലാപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും ശ്രീ ബേബിയുമായിട്ടുള്ള സൗഹൃദം അതൊന്നു മാത്രമാണ് എന്നെ ഈ തുറന്ന ജീപ്പിൽ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചിട്ടുള്ളത്. 35 കൊല്ലം മുമ്പ് കൊല്ലം SN കോളേജിൽ വെച്ച് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം ഇപ്പോഴും നാൾക്കുനാൾ കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ് പഠനത്തിന് ശേഷം വഴിപിരിഞ്ഞ ബേബി പിന്നീട് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി രാജ്യത്തെ പ്രധാന പൌരനായി മാറിയെന്നറിഞ്ഞത് അഭിമാനകരമായി തോന്നിയ നിമിഷം മുകേഷ് വിവരിച്ചു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1ാം പൗരൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ 15 പേരടങ്ങുന്ന ഒരു സംഘത്തിലെ ഒരാൾ എന്നോടൊപ്പം SN കോളേജിൽ എന്റെ കൂടെ പഠിച്ച, എന്റെ സീനിയറായിട്ട് പഠിച്ച, എന്റെ നാട്ടിൽ വളർന്ന് എന്റെ ഭാഷ സംസാരിക്കുന്ന, പരസ്പരം അറിയാവുന്ന ഒരാള് ആ രീതിയിലെത്തിയെന്നറിഞ്ഞപ്പോൾ ശരിക്കും അഭിമാനം കൊണ്ടുപോയി, ഒരു കൊല്ലംകാരൻ എന്ന നിലയിൽ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം തീപാറും. മത്സരാർത്ഥികൾ മൂവരും അതിശക്തന്മാർ. ജയപരാജയങ്ങൾ പ്രവചനാതീതം. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. UDF വിട്ട് LDFിലെത്തിയ ഫിലിപ്പോസ് തോമസും നിലവിലെ MP ആന്റോ ആന്റണിയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമായ MT രമേശും തമ്മിലുള്ള മത്സരം സംസ്ഥാനത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. മൂവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പോർക്കളത്തിലിറങ്ങിയതോടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വേനൽ ചൂടിനൊപ്പം പൊള്ളുന്ന തെരഞ്ഞെടുപ്പ് ചൂടിനും മലയോര ജില്ല സാക്ഷിയായി. LDF സ്വതന്ത്രനായ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിന് പാർലമെന്റിലേക്ക് ഇത് കന്നിയംഗമാണ്. പത്തനംതിട്ട ബാറിലെ സീനിയർ അഭിഭാഷകനായ ഫിലിപ്പോസ് തോമസ് AICC അംഗത്വം ഉപേക്ഷിച്ചാണ് എക്കാലത്തെയും വർഗശത്രുവായിരുന്ന CPMനൊപ്പം ചേർന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. KSU രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്ന ഫിലിപ്പോസ് കേരള സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. 15 വർഷക്കാലം പത്തനംതിട്ട DCC പ്രസിഡന്റായും കൺസ്യൂമർ ഫെഡ് ചെയർമാനായും പത്തനംതിട്ട ജില്ലാ ബാങ്ക് പ്രസിഡന്റായും UDF ജില്ലാ കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1996ലും 2006ലും 2009ലും റാന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും നിലവിലെ MLA രാജു എബ്രഹാമിനോട് പരാജയപ്പെട്ടു. നിലവിലെ MP ആന്റോ ആന്റണി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ഇത് 2ാം തവണയാണ്. KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ആന്റോ ആന്റണി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി, കോട്ടയം DCC പ്രസിഡന്റ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റിന്റെ വിവിധ സമിതികളിൽ അംഗമായിരുന്നു. BJP സ്ഥാനാർത്ഥി MT രമേശ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ഇത് 2ാം തവണയാണ്. RSSലൂടെയാണ് പൊതുരംഗത്ത് സജീവമാകുന്നത്. ABVPയിലൂടെ യുവമോർച്ചയിലെത്തിയ രമേശ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള MT രമേശ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥിയായും 2001ൽ ചെങ്ങന്നൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായും മത്സരിച്ചു. അതിശക്തന്മാരായ മൂവരുടെയും തീപാറുന്ന പ്രകടനങ്ങളും മത്സരവും ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇടതുമുന്നണി പുനലൂർ അസംബ്ലി മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ യുവജന വിദ്യാർത്ഥി കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഞായറാഴ്ച അഞ്ചൽ റോയൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ AIYF സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിൽ ജനാധിപത്യ ഭരണ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവർ ജനാധിപത്യ ഭരണാധികാരി അവരുടെ പ്രഥമഗണനീയമായ കർത്തവ്യവും കടമയും എന്താണ്? എന്റെയും നിങ്ങളുടെയും സങ്കല്പം ആ ഭരണകൂടത്തിന് കീഴിൽ അധിവസിക്കുന്ന സാമാന്യ ജനങ്ങളുടെ ജീവിത ദുരിതത്തിന് പ്രയാസങ്ങൾക്ക് പ്രതിരോധപരമായ സാഹചര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും എന്നതാണ് കർത്തവ്യം. കൊല്ലം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MA ബേബി കൺവെൻഷനെ അഭിവാദ്യം ചെയ്തു. ഇപ്പോഴത്തെ പ്രവണതകൾ പ്രകാരം BJP കൂട്ടാളികളും ഭൂരിപക്ഷം നേടാൻ പോകുന്നില്ല. കോൺഗ്രസ് കൂട്ടാളികൾ ദയനീയമായി
തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടുമല്ലാത്ത ഒരു ബ്ലോക്കാണ് ഇടതുപക്ഷ പാർട്ടികൾ. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് 80 ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം. കേരളത്തിലുള്ള ലോക്സഭാ സീറ്റിന്റെ 4 ഇരട്ടി ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശ്. അവിടെ സമാജവാദി പാർട്ടിയാണ് ഭരിക്കുന്നത്, ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന പാർട്ടിയാണ്. AIYF അഞ്ചൽ മണ്ഡലം സെക്രട്ടറി വൈശാഖ് സി ദാസ് അധ്യക്ഷനായിരുന്നു. DYFI അഞ്ചൽ ഏരിയ സെക്രട്ടറി എം സജാദ് സ്വാഗതം പറഞ്ഞു. A ഹാരിസ് MLA, S ജയമോഹൻ, PS സുബാൽ, DYFI കൊല്ലം ജില്ലാ സെക്രട്ടറി VP പ്രശാന്ത്, ശരൺ ശശി, PV പ്രശാന്ത്, രഞ്ജു സുരേഷ്, VS പ്രദീപ് കുമാർ, I മൻസൂർ, KV ഷിജു, അഡ്വക്കേറ്റ് R സജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന് ശേഷം ടൗണിൽ MA ബേബിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവും നടന്നു. നിരവധി യുവജനങ്ങളും വിദ്യാർത്ഥികളും പ്രകടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അഞ്ചലിൽ പ്രവർത്തനം തുടങ്ങി. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പുനലൂർ അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അഞ്ചലിൽ പ്രവർത്തനം തുടങ്ങിയത്. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് K രാജു MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, VS സതീഷ്, അഡ്വക്കേറ്റ് S സൂരജ്, സുജാ ചന്ദ്രബാബു, M ഫാസി, N ചന്ദ്രബാബു, ലിജു ജമാൽ, C ഹരി, അഡ്വക്കേറ്റ് ലെനു ജമാൽ, S ബൈജു, RSPB മണ്ഡലം കമ്മിറ്റി അംഗം രാജപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടതുമുന്നണി കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരിക്കൽ ബൂത്തുതല കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം ജോബോയ് പെരേര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണിയുടെ കൊല്ലം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CPM നേതാവ് KK സജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ CPI ജില്ലാ കമ്മിറ്റി അംഗം ജോബോയ് പെരേര ഉദ്ഘാടനം ചെയ്തു. വീടുകൾ കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് യോഗത്തിൽ തീരുമാനമായി. KK സജിയെ ബൂത്ത് പ്രസിഡന്റായും പ്രവീൺ കുമാറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനീജെ ബാബു, രാജീവ് കുമാർ, എബി വട്ടക്കൈത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴയിൽ ഇടതു വലതു മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയായി. വൻ ജനപങ്കാളിത്തമാണ് ഇരു മുന്നണികളുടെ കൺവെൻഷനുകളിലും അനുഭവപ്പെട്ടത്. UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുളത്തൂപ്പുഴ മണ്ണംചാലൽ സോനു ഓഡിറ്റോറിയത്തിലായിരുന്നു. UDF പുനലൂർ നിയോജക മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം ഒരുപാട് വളർന്നു വികസിച്ചു. വ്യാവസായിക രംഗത്ത് മുൻപില്ല. അമേരിക്ക ഉൾപ്പെടെ സാമ്പത്തികമായി തകർന്നു. അമേരിക്കയിൽ ഒന്നും രണ്ടുമല്ല 755 ബാങ്കുകളാണ് കൂട്ടിക്കെട്ടിയത്. പക്ഷേ ഇന്ത്യയിൽ ഒരു ബാങ്ക് കൂട്ടിയില്ല. ഇന്ത്യയിൽ ബാങ്കുകൾ വളർന്നു. കോൺഗ്രസ് ആണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ആ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതോടെ നമുക്കുണ്ടായ നേട്ടം ഇന്ന് നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന മേൽപോട്ടുള്ള കുട്ടികൾക്ക് എല്ലാ ബാങ്കിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി അവർക്ക് ആവശ്യമുള്ള ലോൺ. കോൺഗ്രസ് കുളത്തൂപ്പുഴ മണ്ഡലം പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. UDF നേതാക്കളായ പുനലൂർ മധു, MA ലത്തീഫ്, ജാഫർ ഖാൻ, സുഭിലാഷ് കുമാർ, സാബു ഇബ്രഹാം, റോയി ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF കൺവെൻഷൻ CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി A ജോസ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PJ രാജു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇടതുമുന്നണി നേതാക്കളായ B രാജീവ്, S മോഹനൻപിള്ള, P ലൈല BV, KJ അലോഷ്യസ്, K അനിൽകുമാർ, P അനിൽകുമാർ, B രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MA ബേബി കടയ്ക്കലിൽ 2ാംഘട്ട പര്യടനം പൂർത്തിയാക്കി. ഞായറാഴ്ച കടയ്ക്കലിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം മടത്തറ, കിഴക്കുംഭാഗം, കുമ്മിൽ, മധുര, ചിങ്ങേലി എന്നീ പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. കിഴക്കുംഭാഗം ജംഗ്ഷനിൽ LDF പ്രവർത്തകർ MA ബേബിയെ സ്വീകരിച്ചു. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും വ്യാപാര സ്ഥാപനങ്ങളിലും കിഴക്കുംഭാഗം മാർക്കറ്റിലുമെത്തി ജനങ്ങളെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. ചടയമംഗലം നിയോജകമണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് S വിക്രമൻ, S ബുഹാരി തുടങ്ങി നിരവധി നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി PM വേലായുധൻ അഞ്ചലിൽ പര്യടനം നടത്തി. രാജ്യത്ത് BJP വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് വേലായുധൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. BJP പ്രവർത്തകരോടൊപ്പം അഞ്ചലിലെത്തിയ സ്ഥാനാർത്ഥി വഴിയാത്രക്കാരോടും നാട്ടുകാരോടും വോട്ടഭ്യർത്ഥന നടത്തി ഏറെ നേരം ചെലവഴിച്ചാണ് മടങ്ങിയത്. ഗുജറാത്തിൽ മദ്യം നിരോധിച്ചു. അവിടെ മദ്യമില്ല. 40% നമ്മുടെ ആൾക്കാർ രോഗികളാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അറ്റാക്ക്, ഇതെല്ലാം ഇവിടെ മാത്രമേ ഉള്ളൂ. നാട്ടിൽ മാറ്റം ഉണ്ടാവട്ടെ.
52 വോട്ട് താമരയ്ക്കതാണ്. കേരളത്തിൽ ഗുജറാത്ത് മോഡൽ വികസനം നടപ്പിലാക്കണമെന്നും BJP ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കിഴക്കൻ മേഖലയിലെ പര്യടനത്തിൽ താൻ വളരെ സംതൃപ്തനാണെന്നും മറുഭാഗത്ത് 2 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണെന്നും അവരുടെ നയത്തിൽ മാറ്റമില്ലെന്നും PM വേലായുധൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇന്ന് രാവിലെ തൊട്ടുള്ള പര്യടനത്തിൽ വളരെ സംതൃപ്തനാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പാർട്ടി പ്രവർത്തകർ വളരെ സക്രിയമായ ഒരു തിരഞ്ഞെടുപ്പാണത്. അതോടൊപ്പം വ്യാപാരികൾ, വ്യവസായികൾ, തൊഴിലാളികൾ, കച്ചവടക്കാർ, നാനാ തുറകളിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ കാണാൻ വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് 16ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ്. മാർച്ച് മാസം 6-ന് ശേഷം ഒരാൾ ആ വഞ്ചിന്ന് മാറി വേറെ വഞ്ചി കയറി. പക്ഷേ അവരുടെ നയത്തിൽ മാറ്റം വന്നിട്ടില്ല. പ്രേമചന്ദ്രൻ്റെ നയത്തിൽ മാറ്റം വന്നിട്ടില്ല. തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞൊരു കൊതിയുണ്ടല്ലോ, ആ കൊതി കൊണ്ടാണ് UDFൽ പോയി ചേക്കേറിയത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷക്കാരനാണ്. MA ബേബിയും ഇടതുപക്ഷക്കാരനാണ്. ബലത്തിൽ ഇവിടെ കോൺഗ്രസ് അപ്രത്യക്ഷമായി പോയി. ഇവിടെ മത്സരം ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയും മറുഭാഗത്ത് ഒരേ വഞ്ചിയിൽ വന്ന 2 സുഹൃത്തുക്കൾ അവർ തമ്മിൽ ഒരു സൗഹാർദ്ദ മത്സരം നടത്താണ്. യഥാർത്ഥ പോരാട്ടം BJPയുമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടതുമുന്നണി ഐക്യരക്കോണം ബൂത്ത് കൺവെൻഷൻ ഞായറാഴ്ച നടന്നു. CPM പുല്ലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MA ബേബിയുടെ വിജയം ഉറപ്പാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികൾ വോട്ടർമാരിൽ എത്തിക്കുന്നതിനുമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വാർഡ് കൌൺസിലർ പ്രിയ സുബിരാജിന്റെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷൻ CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇടുത്തി പോലെ ജനങ്ങളുടെ മേൽ വന്ന് പതിക്കുന്ന ഭരണം ഇതിനു മുൻപുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഇടുത്തി പോലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മേലിൽ ഇങ്ങനെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം മുമ്പെങ്ങും കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധി ഭരിച്ചിട്ടുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചിട്ടുണ്ട്, രാജീവ് ഗാന്ധി ഭരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു ശരാശരി വീട്ടമ്മയുടെ ജീവിതം തന്നെ ഈ ഗവൺമെന്റ് മാറ്റിമറിച്ചു. CPI പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം EK റോസ് ചന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, ശശിധരൻ, ഭുവനചന്ദ്രൻ, വിഷ്ണുദേവ്, സുധിരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബൂത്ത് പ്രസിഡന്റായി വിഷ്ണുദേവിനെയും സെക്രട്ടറിയായി സുബിരാജിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നത് ഇനി രൂപം കൊള്ളുന്ന സർക്കാരിനും വെല്ലുവിളിയാവുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. വില നിലവാരം, വിലക്കയറ്റം എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ഇനി അടുത്ത് വരുന്ന ഗവൺമെന്റ് UP ഗവൺമെന്റ് പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. വിലക്കയറ്റം തടയുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്കും ഏറെ ചെയ്യാനുണ്ട്. ഇടതുപക്ഷവും BJPയും ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലും വിലക്കയറ്റം രൂക്ഷമാണ്. വിലക്കയറ്റം ആഗോള പ്രതിഭാസമാണെങ്കിലും അത് ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നത് തടയാൻ നടപടികളെടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് കൊടിക്കുന്നിൽ ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റം തടയാൻ ഒരുപാട് നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് പല തരത്തിലും. വിലക്കയറ്റം തടയുക എന്ന് കേന്ദ്രത്തിന് മാത്രം ഉത്തരവാദിത്തമുണ്ട്, സ്റ്റേറ്റിന് ഉത്തരവാദിത്തം. നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ സ്റ്റേറ്റുകൾ ഭരിക്കുന്നത് BJPയാണ്. അവരെ ഇടതുപക്ഷ ഭരിക്കുന്നുണ്ട്, മറ്റു പാർട്ടികൾ ഭരിക്കുന്നുണ്ട്. അവർക്ക് ഇതുപോലെ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് വിലക്കയറ്റം തടയുക, കരിഞ്ചന്ത തടയുക, കൂടുതൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നല്ല ആഗോള പ്രതിഭാസമായ ഒരു സംഭവമാണ്. പക്ഷേ വിലക്കയറ്റം തന്നെയാണ്. സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ജീവിത നിലവാരം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ വില നിലവാരം പിടിച്ചു തരണം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് പല തരത്തിലും തീരുമാനിച്ചിട്ടുണ്ട്. വിലക്കയറ്റത്തെ അതിജീവിക്കാനുള്ള ഒട്ടേറെ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിലക്കയറ്റം ഒരു പരിധിവരെ തുടരുകയാണ്. പക്ഷേ ഇനി അതിനുവേണ്ടിയുള്ള നടപടികൾ നമുക്ക് പല തരത്തിലുള്ള നടപടികൾ ആവശ്യമായി വരും. അതിന് കേന്ദ്ര ഗവൺമെന്റ് പല നടപടി സ്വീകരിക്കേണ്ടി വരും. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകളും അക്കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത. പരിമിതികളാൽ വീർപ്പുമുട്ടുകയാണ് മടത്തറ പ്രാഥമികാരോഗ്യ കേന്ദ്രം.
ഡോക്ടർമാരുടെ എണ്ണം കൂട്ടാനോ കിടത്തി ചികിത്സയ്ക്ക് സൌകര്യമൊരുക്കാനോ നടപടിയില്ലാത്തതിനാൽ സ്ഥലവാസികൾ ദുരിതത്തിലാണ്. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശവും നിരവധി ആദിവാസി കോളനികളും ഇവിടെയുണ്ട്. പെട്ടെന്നൊരു രോഗം പിടിപെട്ടാൽ ഈ ജനങ്ങൾക്ക് ഏകാശ്രയം മടത്തറ PHC ആണ്. എന്നാൽ മതിയായ സൌകര്യങ്ങളോ വേണ്ടത്ര ജീവനക്കാരുടെ സേവനമോ ഇവിടെ ലഭ്യമല്ല. 30 വർഷത്തിനു മുൻപ് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ കിടത്തി ചികിത്സയ്ക്കായി നിർമ്മിച്ച കെട്ടിടം മാത്രമാണുള്ളത്. ആദിവാസികൾ ഉൾപ്പെടെ 200-ൽ പരം രോഗികളെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ഡോക്ടറെ കാണുവാനുള്ള രോഗികളുടെ തിരക്കാണ് ഇവിടുത്തെ ദൈനംദിന കാഴ്ച. ഇടുങ്ങിയ കെട്ടിടത്തിനുള്ളിൽ പലവിധ രോഗങ്ങളുള്ളവർ തിങ്ങി നിറഞ്ഞാണ് ചികിത്സ തേടുന്നത്. ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന രോഗികൾക്ക് പലപ്പോഴും ഡോക്ടറെ കാണാൻ നിർവാഹമില്ല. ഇത് ആദിവാസി കോളനികളിൽ നിന്നുള്ള രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ലാബ് സൌകര്യവും ഇവിടെ ലഭ്യമല്ല. സ്വകാര്യ ലാബുകളിലെ ടെസ്റ്റുകൾ ഈ പാവങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഷുഗർ നോക്കുന്നതിനെല്ലാം വെളിയിലാണ്. ഇവിടെ ഒന്നും പഠിക്കുന്നതിനെ കുറിച്ച് കള്ളം പറയണ എല്ലാത്തിനെ കുറിച്ച് തന്നെ വെളിയിലാണ് എടുക്കുന്നത്. 10 വയസ്സേക്ക് പിന്നെ 2 കുടിയത് അപ്പോഴേ പോകും. 10 ദിവസം കൊണ്ട് അവനറിയാം യാതൊരു കുറവുമില്ല. പുതിയ കെട്ടിടങ്ങൾ വെക്കുന്നതിന് ഇവിടെ സ്ഥല സൌകര്യമുണ്ട്. പഴയ ചില കെട്ടിടങ്ങൾ വൃത്തിയാക്കിയെടുത്താൽ വളരെ വിശാലമായ രീതിയിൽ ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഇവിടെ കിടത്തി ചികിത്സ ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രി ഇവിടെ എങ്ങുമില്ല. ഇവിടെ നമ്മൾ അടുത്തൊരു ആശുപത്രി ഇതാണ് ഗവൺമെന്റ് ആശുപത്രി. നമ്മൾ ഗവൺമെന്റ് ആശുപത്രി തന്നെ വേണം. ഇതിന് നമ്മളെ കൊണ്ട് ചികിത്സിക്കാൻ ഒക്കും. ചികിത്സിക്കാൻ നിവർത്തിയില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. നിലവിൽ പ്രദേശവാസികൾ വളരെ ദൂരം സഞ്ചരിച്ച് കടയ്ക്കൽ താലൂക്ക് ആശുപത്രി, കുളത്തൂപ്പുഴ, പാലോട് PHC എന്നിവിടങ്ങളെയാണ് ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത്. 20 കിലോമീറ്റർ സഞ്ചരിച്ചാലേ ഈ ആശുപത്രികളിൽ എത്തിച്ചേരാനാകൂ. ദൂരെയുള്ള സർക്കാർ ആശുപത്രികളിൽ എത്തിയാലും കിടത്തി ചികിത്സയ്ക്ക് സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. എത്രയും വേഗം കിടത്തി ചികിത്സ ആരംഭിച്ച് കൂടുതൽ സജ്ജീകരണങ്ങളും ജീവനക്കാരെയും ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെയും രോഗികളുടെയും ആവശ്യം. ഇവിടെ ഈ ആൾക്കാർ നേരം വിളിക്കുമ്പോൾ തന്നെ 8 മണി മുതൽ ഇവിടെ കാത്തിരിക്കുന്നത് ഒരു ഡോക്ടറാണ് ഇവിടെ ഉള്ളത്. ഈ ഡോക്ടർ എന്ന് പറഞ്ഞപ്പം നമ്പർ 13 ആയിട്ടുള്ളത്. ഒരു നമ്പറിൽ 5 പേര് വെച്ചാണ് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 2 മണി വരെ നോക്കിയെങ്കിൽ മാത്രമേ 2-3 മണി മാത്രമേ നോക്കി തീർക്കാൻ പറ്റുള്ളൂ. ഈ ഡോക്ടർക്ക് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ മറ്റൊന്നും ഒക്കാത്തൊരവസ്ഥയാണ്. ആൾക്കാരങ്ങനെ തെങ്ങിപ്പിടിച്ചിരിക്കുക. പിന്നെ ഈ ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കോട്ടാമാവ്, ശാസ്താനട, വഞ്ചോട്, എടപ്പണ, അടിപ്പറമ്പ് ഈ മേലുള്ള ആൾക്കാരാണ് മൊത്തം ഇവിടെ വരുന്നത്. ഒരു അത്യാഹിത വിഭാഗം വന്നാൽ ഈ ഇവിടെ ചികിത്സയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല കടയ്ക്കലോ അല്ലെങ്കിൽ കുളത്തപ്പുഴയോ പാലോടോ പോകേണ്ടത്. ഈ ഭാഗത്തെല്ലാം കുറഞ്ഞത് 15-20 കിലോമീറ്റർ. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. CITU പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ പുനലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഞായറാഴ്ച അഞ്ചൽ JJ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം P. ലാലാജി ബാബു ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യം കോൺഗ്രസുകാരന്മാരെല്ലാം നമ്മുടെ മമതാ ബാനർജിയുടെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. കാരണം അവിടുത്തെ പാർട്ടിയും അവിടുത്തെ ട്രേഡ് യൂണിയനും അവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഫലം എന്താണ്? അവിടുത്തെ പ്രസ്ഥാനം വളരെ സുശക്തമായി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPM നേതാക്കളായ K. ബാബു പണിക്കർ, VS സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്കൽ കൺവെൻഷനുകൾ അവസാന ഘട്ടത്തിൽ, സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾ തുടരുന്നു. ന് ശേഷം ഇടതുപക്ഷ മുന്നണികൾ ജനത്തിന്റെ അതിജീവനത്തിനായി എന്തു ചെയ്തുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിശോധിക്കണമെന്ന് KK രമ. MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലുമുള്ള 5 വർഷത്തെ വികസനം തനിക്ക് തുണയാവുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ MA ബേബിയുടെ പ്രചരണാർത്ഥം നടൻ മുകേഷും. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക.